നമ്മൾ ഇതേപോലെ 2 പ്ലാസ്റ്റിക് കുപ്പി എടുക്കുക. അപ്പം ഇതേപോലെ നമ്മൾ പേപ്പർ പൊതിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അഴിച്ച് കളയുക. അപ്പോൾ ഇതേപോലെ 2 കുപ്പി എടുത്തതിന് ശേഷം നമുക്കതിനകത്ത് വെള്ളം നിറയ്ക്കാം. അപ്പോൾ ഇതാകുമ്പോഴത്തേനും കുപ്പി നല്ല വെട്ടിത്തിളങ്ങും. കാരണം അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് പുറത്ത് കാണുന്ന കുപ്പിയായിരിക്കണം. അപ്പോൾ ഇതേപോലെ നമ്മുടെ കയ്യിൽ നമ്മളെ മിനിക്കോള ഇതേപോലെ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് വെട്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ കളറിൻ്റെ ആണെങ്കിലും ഇതേപോലെ സിൽവർ കളറിൻ്റെ ആണെങ്കിലും നമുക്ക് ഇതേപോലെ കുപ്പിക്കകത്തോട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കണം. നമ്മുടെ വീട്ടിൽ പല്ലിയുടെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ചെയ്തു കൊടുത്താൽ മതി. അപ്പം നമ്മൾ പകലാണെങ്കിലും നമ്മുടെ കിച്ചൻ്റെ ജനലിലൊക്കെ തൂക്കിയിട്ടാൽ നമുക്ക് എവിടെയാണോ ശല്യം, പല്ലിയുടെ ശല്യം, ആ ഭാഗത്ത് ഇതേപോലെ ഇടുമ്പം പുറത്തുനിന്ന് നല്ലൊരു വെട്ടം അടിച്ചിട്ട് ഇതിനകത്തുള്ള നമ്മുടെ ആ മിനുക്ക് പേപ്പറെല്ലാം ഒന്ന് തിളങ്ങും. അപ്പോൾ പല്ലി കുപ്പി അനങ്ങുകയും ചെയ്യും. അപ്പോൾ ആ സമയത്ത് നമുക്ക് പല്ലികൾ വന്നാൽ തന്നെ ആ ഭാഗത്തോട്ട് വരത്തില്ല. കാരണം എന്തോ അനക്കമുള്ളത് കൊണ്ട് പല്ലി നമ്മുടെ കിച്ചൺ ടോപ്പിലോട്ട് ഒന്നും തന്നെ കയറത്തില്ല. ടൈൽസിലാണെങ്കിലും ഗ്യാസ് അടുപ്പിൻ്റെ അവിടെയാണെങ്കിലും ഇതേപോലെ ചെയ്തു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ 2 കുപ്പിയിലും ആ പീസുകളെല്ലാം എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് പേപ്പറിൻ്റെ. ഇനി നമുക്ക് കുറച്ച് വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് വെള്ളത്തിൽ കിടന്ന് തിളങ്ങും. അപ്പോൾ കുപ്പി കാറ്റടിക്കുമ്പോൾ അനങ്ങുമ്പോഴത്തേനും പല്ലിയാണെങ്കിലും ഒന്നും ഒരു സാധനം ആ ഭാഗത്തോട്ട് വരത്തില്ല. അപ്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചിട്ട് 2 വള്ളി എന്തെങ്കിലും ഒരു വള്ളി കഷ്ണം വെച്ചിട്ട് നമുക്ക് കെട്ടി ജനലിൽ തൂക്കിയിടാം. അപ്പോൾ വെട്ടം അടിക്കുമ്പോഴത്തേനും ആ മിനുക്ക് അനങ്ങുന്നതായിട്ട് തോന്നും. അപ്പോൾ പല്ലികളാണ് ഒന്നും ഒരു സാധനവും നമുക്ക് ആ ഭാഗത്തോട്ട് ശല്യം ചെയ്യാനായിട്ട് വരുത്തതേ ഇല്ല. അപ്പോൾ വെള്ളം ഒഴിച്ച് 2 കുപ്പിയിലും കൊടുത്ത് ഇനി നമുക്ക് അടച്ച് വയ്ക്കാം. അതിന് ശേഷം നമുക്ക് വള്ളി കെട്ടിയിട്ട് ഇതിപ്പോൾ ഞാൻ നീളത്തിൽ ഒരു മിനുക്ക് പേപ്പറും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നമുക്കതിനകത്ത് തിളക്കം കിട്ടും. ഇതേപോലെ നീളത്തിൽ ഒരെണ്ണം ഇറക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതേപോലെ 2 വള്ളി വെച്ച് കെട്ടിക്കൊടുക്കാം. പല്ലി, ഈച്ച ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ ഇനി നമുക്ക് ജനലിൽ കെട്ടി തൂക്കാം. അപ്പോൾ എവിടെയാണോ ഗ്യാസ് അടുപ്പിരിക്കുന്നത് ആ ഭാഗത്തായിരിക്കും ഇങ്ങനെ കെട്ടുന്നത് നല്ലത്. ഇപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് ഇതിങ്ങനെ കിടക്കുന്നത്. അപ്പോൾ പകലാകുമ്പോഴത്തേനും നമ്മൾ ജനലൊക്കെ തുറന്നിടുമ്പോഴത്തേനും പുറത്തുനിന്നുള്ള കാറ്റും വെട്ടം അടിച്ചിട്ട് നല്ലൊരു തിളക്കമായിരിക്കും. ഇപ്പോൾ രാത്രിയാണെങ്കിൽ തന്നെ നമ്മൾ ലൈറ്റ് ഇട്ടാലും അതിനകത്ത് വെട്ടം അടിച്ചിട്ട് ഇത് ഇങ്ങനെ മിനുക്ക് അനങ്ങുന്നതായിട്ട് കാണും. അപ്പോൾ അങ്ങനെയുള്ളൊരു ശല്യം നമുക്ക് കാണത്തില്ല. അപ്പോൾ ഗ്യാസ് അടുപ്പിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഞാനിത് കെട്ടിയിട്ടിരിക്കുന്നത്.